Dear students, today we are going to discuss about ideal Fermi system. So here we will consider gas of an ideal gas which consists of fermions. Okay. നമ്മൾ ചാപ്റ്റർ 6ൽ തിയറി ഓഫ് സിമ്പിൾ ഗ്യാസസ് സ്റ്റഡി ചെയ്ത സമയത്ത് we have derived two equations which is applicable to both fermions and bosons. Okay. Equation ഇങ്ങനെയായിരുന്നു, equation which connects PV by KT to the Q potential or logarithm of grand partition function. അതിൻ്റെ എക്സ്പ്രഷനിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു എ എന്നുള്ളൊരു ടേം ഉണ്ടാകും. എ ഈക്വൽ ടു +1 ആണെങ്കിൽ ഫെർമിയോൺസിന് ബാധകമാണെന്നും എ ഈക്വൽ ടു -1 ആയിരുന്നെങ്കിൽ ബോസോൺസിന് ബാധകമാണെന്നാണ് നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ n ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു സം ഓവർ ഓൾ ദി ഒക്യുപ്പേഷൻ നമ്പർ ഇൻ ദി എനർജി ലെവൽസ്. ഓക്കെ, അവിടെയും നമുക്ക് ഇവിടെ ഒരു എ ടേം ഉണ്ടാകും. A+ ആണെങ്കിൽ ഫെർമിയോൺസിനും A- ആണെങ്കിൽ ബോസോൺസിൻ്റെ ആയിരുന്നു. ഓക്കെ, ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ഉണ്ട്. നമ്മളിവിടെ ഫെർമി സിസ്റ്റമാണ് പഠിക്കുന്നത്. ഫെർമി സിസ്റ്റത്തിൽ ഫുഗാസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് e⁻μ/kT. മ്യൂ എന്ന കെമിക്കൽ പൊട്ടൻഷ്യലാണ്. അതിൻ്റെ വാല്യൂ ഇത് റൺസ് ഫ്രം 0 to ∞ ആണ്. ഓക്കെ, അപ്പോൾ ബോസോൺസിൻ്റെ കേസ് ആണെങ്കിൽ ബോസോൺസ് ആണെങ്കിലും ഇസഡിൻ്റെ വാല്യൂ ലിമിറ്റഡ് ആണ്. 0 to 1 ആണ് അതിന് എടുക്കാൻ പറ്റുന്ന വാല്യൂ. ആക്ച്വലി ഈ ഒരു ലിമിറ്റ് തന്നെയാണ് ബോസോൺസിൻ കണ്ടൻസേഷന് കോർ ആയിട്ടുള്ള ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇസഡിന് ലിമിറ്റ് വരുന്ന സമയത്ത് ബോസോൺസിൻ ഫംഗ്ഷനും ഒരു അപ്പർ ലിമിറ്റ് വരും. ആ അപ്പർ ലിമിറ്റാണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അപ്പർ ലിമിറ്റായിട്ട് ഒരു അപ്പർ ബൗണ്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഒക്യുപ്പൈ ചെയ്യാൻ നിർബന്ധിതമാകുന്നൊരു സ്റ്റേറ്റാണ് ബോസോൺസിൻ കണ്ടൻസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഇസഡിൻ്റെ വാല്യൂ റൺസ് ഫ്രം 0 to ∞. അതുകൊണ്ട് തന്നെ ബോസോൺസിൻ കണ്ടൻസേഷൻ എന്നുള്ളൊരു ഫിനോമിന നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ ഐഡിയൽ ബോസ് സിസ്റ്റം അനലൈസ് ചെയ്ത പോലെ തന്നെ ഇവിടെയും നമ്മൾ അനലൈസ് ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു ഇങ്ങനെ രണ്ട് ഇക്വേഷൻ എടുത്തതിന് ശേഷം അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് വോളിയം വെരി ലാർജ് ആണെന്ന് അസ്യൂം ചെയ്യാം. സോ എനർജി ലെവൽസ് വിൽ ബി വെരി ക്ലോസ്ലി പാക്ഡ്. സോ വി ക്യാൻ define an density of state G D. Okay, and we can convert this summation to integral by introducing G D. എന്നിട്ട് ഐഡിയൽ ബോസ് ഗ്യാസിൻ്റെ അതേ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. ദെൻ യു ക്യാൻ ഡിറൈവ് P/2 equation. One is P/KT equal to G/λ³ F(i/2z) and one equation for n/v also, like this. Okay, ഇവിടെ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് നമുക്കവിടെ ഐഡിയൽ ബോസ് സിസ്റ്റത്തിൽ ഇവിടെ G3/2 എന്നായിരുന്നു. ഇവിടെ ഒരു പുതിയ ഫംഗ്ഷനാണ്, ഇതിനെ ഫെർമി ഡിറാക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് ബോസോൺസിൻ ഫംഗ്ഷൻ്റെ അതേ ഫോമിലാണ്, വിത്ത് എ സ്ലൈറ്റ് ഡിഫറൻസ്. ഓക്കെ, അതായത് ഈവൻ പവേഴ്സിന് ഒരു മൈനസ് സൈൻ ഉണ്ട്. ബോസോൺസിൻ ഫംഗ്ഷൻ എല്ലാ ടേംസും പ്ലസ് ആയിരുന്നു. ഇവിടെ ഈവൻ പവേഴ്സിന് മൈനസ് സൈൻ ഉണ്ട്. ഓക്കെ, ആൻഡ് ദർ ഈസ് വൺ മോർ ഡിഫറൻസ്. ബോസോൺസിൻ ഫംഗ്ഷനിൽ നമുക്ക് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ n-n0/v എന്നായിരുന്നു. വേറെ n0 ഇസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഓക്യുപ്പൈ ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷേ ഫെർമിയോൺസിന് ഒരു എനർജി ലെവലിൽ മോർ ദാൻ 1 പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്യാൻ കഴിയില്ല. സോ n0 വിൽ ബി ഓൾവേസ് either occupied or not occupied. പക്ഷേ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ വെരി ലാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പയർഡ് ടു n0 എന്നുള്ളത് നെഗ്ലക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വി ക്യാൻ for the ideal Fermi system we can write down n/v as G into λ³ G/λ³ into F3/2z. ഇനി G എന്നുള്ളത് ഒരു മൾട്ടിപ്ലിസിറ്റി ഫാക്ടർ അല്ലെങ്കിൽ വെയ്റ്റ് ഫാക്ടർ എന്നൊക്കെ പറയാം, വിച്ച് അറൈസ് ഫ്രം ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ദ പാർട്ടിക്കിൾ ലൈക്ക് സ്പിൻ. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇലക്ട്രോൺസിന് സ്പിന്ന് ഹാഫാണ്. അതിന് ഫോർ എ ഗിവൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അതിന് 2 പോസിബിൾ ഓറിയൻറ്റേഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു മൾട്ടിപ്ലിസിറ്റി ഫാക്ടറാണ് G എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ആൻഡ് ലാംഡ ഈസ് ദ മീൻ തെർമൽ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. അതിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം, h/2πmkT⁻⁴ ആണ്. ഓക്കെ, ഇത്രയും വെച്ചിട്ട് നമുക്ക് ഐഡിയൽ ഫെർമി സിസ്റ്റത്തിൻ്റെ തെർമോഡൈനാമിക്സ് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻറ്റേർണൽ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇൻറ്റേർണൽ എനർജി ഡോ ബൈ ഡോ ബീറ്റ ln of Q ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷനാണ് വിത്ത് എ മൈനസ് സൈൻ.
ഡി ബീറ്റ എന്നുള്ളത് മാറ്റി ഡെറിവേറ്റീവ് ടെമ്പറേച്ചറിൻ്റെ ഡെറിവേറ്റീവിലേക്ക് മാറ്റി. അതിന് വേണ്ടിയിട്ട് ഡി ബീറ്റ എന്ന് 1/KT ആണ്, ഡി ബീറ്റ എന്നാണ് 1/KT² dt എന്ന് വരും. അപ്പം ഇവിടെ ഒരു -KT² ഡി ബീറ്റ ഈക്വൽ ടു dt എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ഡി ബീറ്റ മാറ്റിയിട്ട് 1/KT² മേലേക്ക് പോകും. അപ്പോൾ ഇവിടെ KT², അവിടെ ഓൾറെഡി ഒരു മൈനസ് സൈൻ ഉണ്ട്, അത് പോയി. കീപ്പിംഗ് ഇസ് ഫിഗാസിറ്റി ആൻഡ് വോളിയം കോൺസ്റ്റൻറ്റ്. ഇനി ln of Qന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ln of Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV/KT ആയിരുന്നു. അതിൽ V ഇവിടെ മാറ്റി നിർത്തി P/KT. P/KTയുടെ എക്സ്പ്രഷൻ നമുക്കറിയാം G/λ³ F(5/2) Z എന്നാണ്. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. V ഔട്ട്സൈഡ് എടുക്കാം, നമുക്ക് G ഔട്ട്സൈഡ് എടുക്കാം, അതെല്ലാം കോൺസ്റ്റൻസ് ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 1/λ³ ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഒരു 3/2 എന്നുള്ളൊരു ഫാക്ടർ വരുന്നത്. അതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3/2 T½ എന്നാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു T² ഉണ്ട്. അതൊന്നൊരു T² ഇതിനോട് കമ്പൈൻ ചെയ്യുമ്പോൾ T3/2 എന്ന് തന്നെ വരും. ആ T3/2 വീണ്ടും ഈ എക്സ്പ്രഷനിലേക്ക് 2πmk എന്നുള്ള എക്സ്പ്രഷനിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ λ³ ടേംസിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ KT² എന്നുള്ളതിൽ ഒരു T പോയി, അപ്പോൾ KTVG F(5/2) എന്ന് വന്നു. 2πmKT/h³ × 3/2 എന്ന് വരും. ഇനി ഈ 3/2 ഫ്രണ്ടിലേക്ക് എഴുതി ഇത് GV(5/2) Z, ഇത് 1/λ³ ആണ്. ഇപ്പോൾ GV/λ³ എന്ന് പറയുന്നത് N/F(3/2) ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3/2 NKT F(5/2)/F(3/2) എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ഇത് വേറൊരു ഫോമിലേക്ക് എഴുതാം. GV/λ³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G5/2 λ³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P/KT ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു P/KT, KTയും ക്യാൻസൽ ചെയ്ത് പോയി. സോ 3/2 P = U/V എന്ന് വരും. ദാറ്റ് ഈസ് പ്രഷർ ഓഫ് ദ ഐഡിയൽ ഫെർമി സിസ്റ്റം ഈസ് ഈക്വൽ ടു 2/3 ടൈംസ് ദ എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ന് പറയാൻ കാര്യം ഇന്റേണൽ എനർജി പെർ യൂണിറ്റ് വോളിയം ആയതുകൊണ്ടാണ്. ഓക്കെ, നൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് ഹീറ്റ്. ഇത് കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്, ബട്ട് സ്റ്റിൽ യു ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡെറിവേറ്റീവ് ഓഫ് ദ ഇന്റേണൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ കീപ്പിംഗ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആൻഡ് വോളിയം കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ CV/NK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/NK δ/δT ഓഫ് U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 NKT. നമുക്ക് നേരത്തെ കിട്ടിയിട്ടില്ല, അത് എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റൻസ് ഒക്കെ പുറത്തെടുത്തു. 3/2 NK കോൺസ്റ്റൻസ് ആണ്, പുറത്തെടുത്തു. NK ഇവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, δ/δT ഓഫ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ടേം വരും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. കാരണം Z ടെമ്പറേച്ചറിന് അനുസരിച്ച് മാറുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കേണ്ടത് പ്രൊഡക്റ്റ് റൂൾ എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇത് രണ്ടും ഫിക്സ് ചെയ്യുക, ഈ ടേം ഫിക്സ് ചെയ്യുക, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ 3/2 5/2 F(5/2) Z / F(3/2) Z എന്ന് എഴുതി. പ്ലസ് ഇവിടെ ഒരു 3/2 ഉണ്ട്. നമ്മൾ അടുത്തതായിട്ട് ഈ ടേം എടുക്കാം, കീപ്പിംഗ് 1/F(3/2) കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഡോ ഇസ് ഇനി ഇത് ടെമ്പറേച്ചർ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടത്. അതിന് പകരം ചെയിൻ റൂൾ പ്രകാരം δZ/δT എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്തതായിട്ട് എടുക്കേണ്ടത് 1/F(3/2)ൻ്റെ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. സോ ബാക്കിയുള്ളത് കോൺസ്റ്റൻറ്റ് 3/2 T 5/2 Z. F(3/2)ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു Z എന്ന് പറയുമ്പോൾ 1/F(3/2) Z ഹോൾ സ്ക്വയർ മൈനസ് 1/F(3/2) Z ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് F(3/2) വിത്ത് റെസ്പെക്ട് ടു δZ ഇൻറ്റു δZ/δT എന്ന് വരും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് റെക്കറൻസ് റിലേഷൻ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് F(3/2) എന്ന് എടുത്തു. F(3/2) എന്ന് പറഞ്ഞാൽ λ³ G N/V ആണ്. അതിന് ടെമ്പറേച്ചർ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ λ³ എന്ന് പറഞ്ഞാൽ h³/2πmk⁻³ G N/V അതുപോലെ എഴുതി. ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ⁻³ ഉണ്ട്.
അതിൻ്റെ ടെമ്പറേച്ചർ ഡെറിവേറ്റീവ് എടുക്കുന്നത് -3/2 T⁻⁻5/2 T⁻⁻3/2 എന്ന് വരും. ഇനി ഇവിടെ രണ്ട് സൈഡിലും T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. T⁻⁻5/2 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും T കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ നമുക്ക് T⁻3/2 എന്ന് വരും. ഇവിടെ ഡിനോമിനേറ്റർ T വരും. അപ്പോൾ -3/2T എന്നുള്ളത് അതുപോലെ തന്നെ എഴുതി. ബാക്കിയുള്ളത് ഇവിടെ ഒരു 3/2 ഉണ്ട്, അത് ഇതിലോട്ട് കമ്പയർ ചെയ്തിട്ട് λ³ എന്ന് എഴുതി. λ³ n/v / gv × -3/2t എന്ന് വരും. -3/2t f3/2z എന്ന് വരും. ഓക്കെ, നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരു എക്സ്പ്രഷനാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എക്സ്പ്രഷനിൽ ഇങ്ങനെ ഒരു ടേം ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ∂∂z of f3/2z എന്ന് പറഞ്ഞാൽ ∂∂z of f3/2z സീരീസ് എടുത്തു. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ടേം ബൈ ടേം ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 വരും. ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 × 2z എന്ന് വരിക. അപ്പോൾ 2ഉം ഇതിലുള്ളൊരു 2ഉം ക്യാൻസൽ ചെയ്ത് പോയി 2⁻½ ആയി. ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3z എന്ന് വരിക, 3z². അപ്പോൾ 3ഉം ഡിനോമിനേറ്ററിലൊരു 3ഉം ക്യാൻസൽ ചെയ്ത് പോയി 3⁻½ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ z വരും, ഇവിടെ z² z³ എന്നൊക്കെ വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ f½ സീരീസാണ്, f½ / 1/z. അപ്പോൾ ഇതും നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഈ രണ്ട് റെക്കറൻസ് റിലേഷൻസ് ഉപയോഗിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കറക്റ്റ് പ്ലേസിൽ. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. CV/nk = 15/4 f5/2z f3/2z - 9/4 f3/2z f½ എന്ന് വരും. ഇനി നമുക്ക് ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി കണ്ടുപിടിക്കാം. ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ n μ - PV എന്നാണ് വരുന്നത്. അപ്പോൾ പിയുടെ എക്സ്പ്രഷൻ അറിയാം, KT × g/λ³ f5/2z ആണ്. അതിൻ്റെ കൂടെ v കൂടി മൾട്ടിപ്ലൈ ചെയ്തു. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫിഗാസിറ്റി e⁻μ/kT ആണ്. അപ്പം മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KT ln of z എന്ന് എഴുതാം ഇതിൽ നിന്നും. അതിനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ എന്നിട്ട് ഇവിടെ NKT രണ്ട് സൈഡിലുണ്ട്. കാരണം GV/λ³ എന്ന് പറയുന്നത് നമുക്ക് n/f3/2 എന്നായിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു NKT വരും. NKT കോമൺ ആയിട്ട് ഇവിടെ ln of z, ബാക്കി ഉള്ളത് f5/2/f3/2z എന്ന് എഴുതാവുന്നതാണ്. അടുത്തതായി എൻട്രോപ്പി ഓഫ് ദ ഐഡിയൽ ഫെർമി ഗ്യാസ് എന്ന് പറയുന്നത് U-A/T ആണ്. അതിൽ ഓരോ എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. U ഇപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, A നേരത്തെ കണ്ടുപിടിച്ചു. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, അത്രേ ചെയ്യാനുള്ളൂ. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് യുവിന് ഈ ഒരു എക്സ്പ്രഷൻ, എക്ക് ഈ എക്സ്പ്രഷൻ /T ഉണ്ട്. രണ്ടിലും T എന്നുള്ള ഫാക്ടർ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി 5/2 NK f5/2 f3/2 NK ln of z എന്ന് കിട്ടും എൻട്രോപ്പി. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന തെർമോഡൈനാമിക് വേരിയബിൾസ് എല്ലാം you consider the situation when the density of the gas is very low. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റിയാണ്. n/v പാർട്ടിക്കിൾ നമ്പർ ഡെൻസിറ്റി വളരെ കുറവാണ്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ വെരി ഹൈ ആണ്. ആ ലിമിറ്റിനെ പറയുന്ന പേരാണ് ക്ലാസിക്കൽ ലിമിറ്റ്. ടെമ്പറേച്ചർ വെരി ഹൈ ആണെങ്കിൽ എപ്പോഴും ക്ലാസിക്കൽ ലിമിറ്റാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു കേസിൽ ഐഡിയൽ ഫെർമി ഗ്യാസ് എന്ന് മാറിയിട്ട് ഈ ഐഡിയൽ ഫെർമി ഗ്യാസിൻ്റെ എക്സ്പ്രഷൻസ് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ വാല്യൂസാണ് തരേണ്ടത്. ഓക്കെ, ദാറ്റ് മീൻസ് അതിന് കാരണം f3/2z എന്നുള്ള ഫങ്ഷൻ ഒക്കെ n⁻³ എന്ന് ആണ് f3/2z എഴുതാം. അവിടെ n/v λ³ എന്നുള്ള എക്സ്പ്രഷൻ വളരെ ചെറുതായിരിക്കും കമ്പയർഡ് ടു 1. ഓക്കെ, അപ്പോൾ പ്രഷർ എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് നേരത്തെ പ്രഷറിനുണ്ടായിരുന്ന എക്സ്പ്രഷൻ ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ വെൻ z ഈസ് വെരി മച്ച് ഇൻ ദ ക്ലാസിക്കൽ ലിമിറ്റിൽ ഈ റേഷ്യോ 1 ആവും. അപ്പോൾ ബാക്കിയുള്ള എക്സ്പ്രഷൻ നമുക്ക് 3/2 NKT എന്ന് വരും. സോ ദാറ്റ് ഈസ് കറസ്പോണ്ട് ടു ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസ് റിസൾട്ട്. ഓക്കെ, അപ്പോൾ 3/2 U എന്നുള്ളത് 3/2 NKT ആവും. P പ്രഷർ എന്നുള്ളത് NKT/V ആവും. CV എന്നുള്ളത് 3/2 NK ആവും. ഓക്കെ, അതുപോലെ ഹെൽമോൾട്ട്സ് ഫ്രീ എനർജി, എൻട്രോപ്പി, ഇതെല്ലാം ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ റിസൾട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടാണ് നമുക്ക് കിട്ടുക ഇൻ ദ
very high temperature limit and a very low particle density. Okay. ഇനി അടുത്തതായിട്ട് ഇറ്റ് ഈസ് സ്മോൾ ബട്ട് നോട്ട് വെരി സ്മോൾ. സോ ഇത് ചെറുതാണ് പക്ഷേ വളരെ ചെറുതല്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് F3/2 F5/2 ഒക്കെ സീരീസ് എക്സ്പാൻഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഫെർമി ഡിറാക് ഫംഗ്ഷൻ്റെ സീരീസ് എക്സ്പാൻഷൻ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കറിയാവുന്ന എക്സ്പ്രഷൻ P/KT equal to G/λ cube, P/KT equal to G/λ cube F5/2 Z ഉണ്ട്. അതുപോലെ തന്നെ N/V equal to G/λ cube F3/2 എന്നുള്ള എക്സ്പ്രഷൻ ഉണ്ട്. ഈ രണ്ട് എക്സ്പ്രഷനിൽ നിന്നും F5/2 F3/2 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്നതാണ് ഈ ഒരു എക്സ്പ്രഷൻ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐഡിയൽ ബോസ് ഗ്യാസിൻ്റെ കേസിൽ ഇതെങ്ങനെ വരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് റിവൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് സ്പെസിഫിക് ഹീറ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതാം. അപ്പം അതിൽ കുറച്ച് കോഎഫിഷ്യൻസ് ഉണ്ട്, AL, അതിന് വിരിയൽ കോഎഫിഷ്യൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഇതിൻ്റെ ഫസ്റ്റ് ടേം എടുക്കുകയാണെങ്കിൽ അപ്പം ക്ലാസിക്കൽ ലിമിറ്റിൽ λ³ ബൈ GV ഈ ഒരു സ്പെസിഫിക് വോളിയം. ഓക്കെ, ഇവിടെ V എന്ന് പറയുന്നത് ക്യാപിറ്റൽ V/N ആണ്, സ്പെസിഫിക് വോളിയമാണ്. അത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഈ ഹയർ ഓർഡർ ടേംസ് ഒക്കെ നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ അത് 3/2 NK എന്നുള്ള വാല്യൂ, അതായത് ക്ലാസിക്കൽ ഐഡിയൽ ഗ്യാസിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ തെർമോഡൈനാമിക്സ് ഓഫ് ഐഡിയൽ ഫെർമി സിസ്റ്റംസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.